ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ലോകത്തിലെ ആദ്യത്തെ റീയൂസബിൾ റോക്കറ്റ് സാറ്റലൈറ്റ് വെഹിക്കിൾ ഇന്ത്യ നിർമ്മിക്കുകയാണ്. ISROന് സാധിക്കാത്ത വലിയ നേട്ടമാണ് ഒരു സ്വകാര്യ കമ്പനിയെ കൊണ്ട് ഇന്ത്യ സാധിപ്പിച്ചിരിക്കുന്നത്. റേസർ ക്രസ്റ്റ് എന്നാണ് ഈ ഒരു റീയൂസബിൾ റോക്കറ്റിന്റെ പേര്. എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്ന് വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്? ലോകത്തെ ആദ്യത്തെ ഫുള്ളി റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആണ് ഈ റേസർ ക്രസ്റ്റ് MK1. ശരിക്കും സ്പേസ് എക്സിന് പാർട്ട്ലി, അതായത് ഭാഗികമായിട്ട് റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റുകളാണ് ഇപ്പോ സ്പേസ് എക്സ് ചിലതൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് വിക്ഷേപിക്കാനിരിക്കുന്ന ഇന്ത്യയുടെ ഈ റോക്കറ്റ് അതിന്റെ മുഴുവൻ ഭാഗങ്ങളും റീയൂസബിൾ ആണ്. അതായത് 2 സ്റ്റേജുള്ള ഒരു റോക്കറ്റ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അത് പിന്നെ ഫസ്റ്റ് സ്റ്റേജ് സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്നതായിരിക്കും. സെക്കൻഡ് സ്റ്റേജില് ക്രയോജനിക് എഞ്ചിനും ഉപയോഗിക്കുന്നതായിരിക്കും. ഈ റോക്കറ്റ് 2 സ്റ്റേജുകളും അത് തിരികെ കിട്ടുകയും വീണ്ടും ലോഞ്ചിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. എത്തീരിയൽ എക്സ് എന്ന ആദ്യം പേരിട്ടിരുന്നതും ഇപ്പോ ദ ഗിൽഡ് എന്ന പേര് മാറ്റിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ലോഞ്ച് വെഹിക്കിൾ നിർമ്മിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം 2 സ്വകാര്യ കമ്പനികളെ കുറിച്ച് പലപ്പോഴും നമ്മൾ പരാമർശിക്കുകയോ നമ്മൾ നേരിട്ട് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊന്ന് സ്കൈറൂട്ട് എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനിയും മറ്റൊന്ന് അഗ്നികുൽ എയറോസ്പേസുമാണ്. പക്ഷെ ഈ അഗ്നികുലും സ്കൈറൂട്ടും ഒക്കെ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന, അതായത് ഒരു 600 കിലോമീറ്റർ 700 കിലോമീറ്റർ പരിധിയിലുള്ള ലോയർത്ത് ഓർബിറ്റുകളിലും അല്ലെങ്കിൽ പോളാർ ഓർബിറ്റുകളിലുമാണ് ഉപഗ്രഹ വിക്ഷേപണം നടത്താൻ പോകുന്നത്. അതായത് ഇതിന്റെ ഒരു ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്ന ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള ശക്തിയുള്ള വലിയ റോക്കറ്റുകളൊന്നുമല്ല അവർ നിർമ്മിക്കുന്നത്. അവർ ലക്ഷ്യമിടുന്നത് ഭൂമിയോട് അടുത്ത് കിടക്കുന്ന ഭ്രമണപഥങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ദ ഗിൽഡ് അവരുടെ റേസർ ക്രസ്റ്റ് MK1 ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയം ലിഫ്റ്റ്, ഹെവി ലിഫ്റ്റിനോട് അടുത്തെത്തുന്ന ഒരു മീഡിയം ലിഫ്റ്റ് റോക്കറ്റാണ് അവർ വിഭാവനം ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ശരിക്കും അതിന്റെ ഉദ്ദേശിക്കുന്ന ഒരു പേലോഡ് കപ്പാസിറ്റി ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് 10.8 ടൺ പരമാവധി ഭാരം എത്തിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഇപ്പോഴുള്ള LV-3 എന്ന ISROയുടെ റോക്കറ്റിന് ഈ പറയുന്ന ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റില് ഒരു 4.5 ടൺ ഭാരമുള്ള ഉപഗ്രഹം എത്തിക്കാൻ മാത്രമുള്ള ശേഷിയാണുള്ളത്. അതിന്റെ ഇരട്ടിയിലധികം, അതായത് 10.8 ടൺ ഭാരമുള്ള ഒരു ഉപഗ്രഹം എത്തിക്കാനുള്ള ശേഷി ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന റേസർ ക്രസ്റ്റിനുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമാണ്. അതോടുകൂടി ഉപഗ്രഹ വിക്ഷേപണ മേഖലയിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാശ്രയത്വം ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്പേസ് എക്സിന്റെ ഫാൽക്കണോ, സ്റ്റാർഷിപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, സ്റ്റാർഷിപ്പ് കുറച്ചുകൂടെ മുകളിലുള്ളതാണ്. ഫാൽക്കണോ, ചൈനയുടെ ലോങ് മാർച്ച് വെഹിക്കിളിനോ ഒക്കെ സമാനമായിട്ടുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ തന്നെ ആയിരിക്കും അത്. അതൊരു ഇതുവരെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത നേട്ടമാണ്. ഏതാണ്ട് ISRO ഇപ്പൊ വിഭാവനം ചെയ്യുന്ന ISROയുടെ 2000 കിലോ ന്യൂട്ടൺ ശക്തിയുള്ള സെമി ക്രയോജനിക് എഞ്ചിൻ, അല്ലെങ്കിൽ സെമി ക്രയോജനിക് എന്നും വിദേശത്ത് കെറോസിൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിൻ എന്നും വിളിക്കുന്ന ആ എഞ്ചിൻ ഈ വർഷം ഒടുവിലോ അടുത്ത വർഷം ആദ്യമോ ആണ് അതിന്റെ പരീക്ഷണങ്ങൾ തുടങ്ങുന്നത്. ഇവരുടെ ദ ഗിൽഡിന്റെ സെമി ക്രയോജനിക് എഞ്ചിൻ സ്റ്റാലിയൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. സ്റ്റാലിയൻ എഞ്ചിന്റെ പരീക്ഷണവും ഏതാണ്ട് അതേ സമയം തന്നെ ഹോട്ട് ഫയർ ടെസ്റ്റ് ഒരല്പം പിറകിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു ISROയുടെ എഞ്ചിന് SC-2000 എന്ന് പേരിട്ട് ഇരിക്കുന്ന എഞ്ചിന് 2000 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇവരുടേതിന് 1200 കിലോ ന്യൂട്ടനെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ളൂ.
പക്ഷെ 1200 കിലോ ന്യൂട്ടൺ വലിയൊരു ശക്തി തന്നെയാണ്. അത്തരം 9 എഞ്ചിനുകൾ ചേരുന്ന ഒരു ക്ലസ്റ്ററാണ് അതിന്റെ ബൂസ്റ്റർ സ്റ്റേജിനെ, അതായത് സ്റ്റേജ് 1നെ ശക്തി കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജില് ഈ പറയുന്ന ഒരു കനത്ത ശക്തി 9 ഓളം എഞ്ചിനുകൾ, ഓരോ എഞ്ചിനും 1200 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന 9 എഞ്ചിനിന്റെ ഒരു ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ അത് ഭീമമായ ഒരു ശക്തിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ 10.8 ടൺ ഭാരമുള്ള ഒരു ഉപഗ്രഹത്തിനെ വിക്ഷേപിക്കാൻ ഇതിന് പറ്റും. ലിയോ ഓർബിറ്റ് ആകട്ടെ, അതായത് ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന, നമ്മൾ മുമ്പ് പറഞ്ഞ ഈ 600-700 കിലോമീറ്റർ പരമാവധി ദൂരത്തെത്തുന്ന ആ ഒരു പിന്നെ ഭ്രമണപഥത്തിലാകട്ടെ ഏതാണ്ട് 24.8 ടൺ ഭാരമുള്ള ഒരു ഉപഗ്രഹം അവിടെ എത്തിക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതൊരു കനത്ത നേട്ടമാണ്. അത് ഇന്ത്യക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോ ഞാൻ ഒന്നുകൂടി പറയുന്നത്, അതായത് ഈ ഒരു ലോഞ്ച് വെഹിക്കിൾ ഓപ്പറേഷനിലായി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അതിന് ഇന്ത്യയുടെ വരാനിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങൾ എല്ലാം തന്നെ വിക്ഷേപിക്കാനുള്ള ശേഷിയുണ്ട്. ഏതായാലും 10 ടൺ ഭാരമുള്ള കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമൊന്നും ഇന്ത്യ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണഗതിയിലെ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങളൊക്കെ തന്നെ 5 മുതൽ 6 ടൺ വരെ ഭാരമുള്ളതാണ്. അതൊക്കെ നിസ്സാരമായിട്ട് ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിക്കാൻ ഇതിന് കഴിയും. മാത്രമല്ല നമ്മുടെ ഈ വരാനിരിക്കുന്ന ഒരു സ്പേസ് സ്റ്റേഷനും ഒക്കെ തന്നെ ഈ 24, അതൊക്കെ തന്നെ ലോ എർത്ത് ഓർബിറ്റിലാണ് വരുന്നത്. 24.8 ടൺ ഭാരം ഒറ്റയടിക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു റോക്കറ്റിന് തീർച്ചയായിട്ടും അതൊക്കെ പുഷ്പമാണ്, നിസ്സാരമായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോ ഇതിന്റെ സ്റ്റാളിയൺ എഞ്ചിന്റെ ടെസ്റ്റിങ് ഈ ഗ്രൗണ്ടിൽ ഉറപ്പിച്ച് വെച്ചിട്ട് നടത്തുന്ന ഹോട്ട് ഫയർ ടെസ്റ്റിംഗ് ഉണ്ട്. ആ ഹോട്ട് ഫയർ ടെസ്റ്റിംഗ് ഈ ഡിസംബറിലോ അല്ലെങ്കിൽ ജാനുവരി 7 അടുത്ത വർഷം, അതായത് മാസങ്ങൾക്കുള്ളിൽ ഇതിന്റെ ഗ്രൗണ്ട് ഫയർ ടെസ്റ്റ് നടക്കും. പ്രാഥമികമായ ഫുൾ ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. പ്രാഥമികമായ ഘടകങ്ങളുടെ ഒക്കെ ടെസ്റ്റുകളൊക്കെ വിജയകരമായിട്ട് അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം അതിനുശേഷം 2027 അവസാനമോ 2028 തുടക്കത്തിലോ ഗ്രൗണ്ട് ഫയർ ടെസ്റ്റുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ് അവർ നടത്തുമെന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും വലിയൊരു നേട്ടമാണ്. അതിന് തൊട്ടു മുമ്പായിരിക്കും 2027 ISROയുടെ LV-3 എന്ന ഇപ്പോഴത്തെ മീഡിയം ലിഫ്റ്റ് റോക്കറ്റിൽ സെമി ക്രയോജനിക് എഞ്ചിൻ 2000 ഘടിപ്പിച്ചിട്ട് അതിന്റെ ലോഞ്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ശരി, ഇതൊരു നാഴികക്കല്ല്, ഇന്ത്യയുടെ സ്പേസ് ബഹിരാകാശ മേഖലയിലെ നാഴികക്കല്ലാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇത് നമുക്ക് കേരളത്തിന് അഭിമാനിക്കാനുള്ളത്, ഈ കമ്പനിയുടെ ഉടമസ്ഥൻ, ദ ഗിൽഡിന്റെ ഉടമസ്ഥന്മാരിൽ ഒരാൾ ഒരു മലയാളിയാണ്. 3 പേര് ചേർന്നിട്ടാണ് ഈ കമ്പനി, ഈ സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചത്. അതിൽ ഒരാള് മനു ജെ നായർ, മലയാളിയാണ്. മറ്റുള്ളവർ പ്രശാന്ത് ശർമ്മ, അദ്ദേഹം വടക്കേ ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു. ശുഭായു സർദാർ എന്ന ആള് ബംഗാളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ 3 പേര് ആസാംകാരനോ ബംഗാളിയോ എന്തോ ആണ്. അപ്പോ അങ്ങനെ 3 ചെറുപ്പക്കാർ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണിത്. ഈ സ്റ്റാർട്ടപ്പ് വരും ദിവസങ്ങളിൽ ഈ എല്ലാ ബഹിരാകാശ വിക്ഷേപണത്തിന്റെ എല്ലാ തലങ്ങളിലും ഇന്ത്യക്ക് വലിയ മേൽക്കൈ ലഭിക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇപ്പോ അവർ വിക്ഷേപിക്കാനിരിക്കുന്ന റേസർ ക്രസ്റ്റ് MK1. അപ്പൊ റേസർ ക്രസ്റ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്കുള്ള വിക്ഷേപണങ്ങൾ നടത്തുമ്പോൾ മറ്റു 2 അഗ്നികുൽ എയറോസ്പേസിന്റെ അഗ്നിബാണ്, അതുപോലെ സ്കൈ റൂട്ടിന്റെ റോക്കറ്റുകൾ, ഇതൊക്കെ തന്നെ ലോ എർത്ത് ഓർബിറ്റിനെ ലക്ഷ്യമാക്കി എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് അഥവാ സ്ട്രാറ്റജിക് സർവേലൻസ് സാറ്റലൈറ്റുകളായിരിക്കും അവർ വിക്ഷേപിക്കുന്നത്. അപ്പോ വിക്ഷേപണത്തിന്റെ 2030 മുമ്പ് ഇന്ത്യയുടെ സ്വകാര്യ മേഖല ഈ ബഹിരാകാശത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഒരുപോലെ അവരുടെ ഒരു ശക്തി തെളിയിക്കും എന്നൊരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതിനിടയ്ക്ക് ഒരു ചോദ്യമുണ്ട്, ഞാനും ഇങ്ങനെ അതിശയിക്കുകയാണ്. 2022 മാത്രം സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ദ ഗിൽഡ്. ആ 22 സ്ഥാപിച്ച കമ്പനി 28 ആകുമ്പോഴേക്കും
ഒരു സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു റോക്കറ്റുമായിട്ട് പിന്നെ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള ശേഷി നേടുമെങ്കിൽ ഒരു 13 വർഷം 2013 തൊട്ട് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന്റെ എഞ്ചിൻ ഡ്രാഫ്റ്റ് ചെയ്തതും അതിന്റെ പദ്ധതിയുടെ ക്ലിയറൻസും ഒക്കെ 2008 എന്തോ കിട്ടി. സെമി ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാൻ ഇന്ത്യ ISRO പാടുപെടുമ്പോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാരിന്റെ സ്ഥാപനങ്ങളും ഒക്കെ ഇത്ര കാര്യക്ഷമതയില്ലാതെ പ്രവർത്തിക്കുന്ന, ഇത്ര നിരുത്തരവാദപരമായിട്ടാണോ ഇവരൊക്കെ പ്രവർത്തിച്ചിരുന്നത്? ISROയിലൊക്കെ മുൻ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇതിലെല്ലാം പങ്കെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ടെക്നോളജി ഒന്നുമല്ല. ഈ ടെക്നോളജി ഒക്കെ തന്നെ ഇപ്പൊ ഇവർ ഉപയോഗിക്കുന്ന സെമി ക്രയോജനിക് എഞ്ചിൻ ആണെങ്കിൽ ഇത് ക്രയോജനിക് എഞ്ചിൻ, അതുകൂടെ ഞാൻ പറയേണ്ടതുണ്ട്. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജിൽ ക്രയോജനിക് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം ഈ സ്റ്റാലിയൻ എഞ്ചിന്റെ കാര്യം, പിന്നെ ബൂസ്റ്റർ സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജിലെ സ്റ്റാലിയൻ എഞ്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ അപ്പർ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന പെഗാസസ് എഞ്ചിനെ 80 കിലോ ന്യൂട്ടൺ ത്രസ്റ്റാണ് ഉത്പാദിപ്പിക്കുന്നത്. അത് വിജയകരമായിട്ട് പരീക്ഷിച്ചു കഴിഞ്ഞു. അതിന്റെ പരീക്ഷണം പൂർത്തിയായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഇത് എത്ര വേഗത്തിലാണ് ഇതെല്ലാം സ്വകാര്യ മേഖലയുടെ, ഇന്ത്യയുടെ പരിചയസമ്പന്നരായ ശാസ്ത്രജ്ഞരെ ഉപയോഗിച്ചായിരിക്കും. മാത്രമല്ല ഇന്ത്യക്കാരായിട്ട് സ്പേസ് എക്സിലും അല്ലെങ്കിൽ മറ്റ് പല യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലും ഒക്കെ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും എത്ര വേഗത്തിൽ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. വേണ്ടി വന്നാൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ള ഒരു പഴമൊഴിയാണ് ഓർത്തു പോകുന്നത്. പക്ഷെ ISROയ്ക്ക് ഇത്തരം ഡെഡ് ലൈനുകൾ കീപ്പ് ചെയ്യാൻ, ബദ്ധമായി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്, അതിന് നമ്മൾ പലപ്പോഴും അമേരിക്കയൊക്കെ കുറ്റപ്പെടുത്തും, ചാരന്മാരെ കുറ്റപ്പെടുത്തും, ഒക്കെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മുടെ സിസ്റ്റം, സർക്കാർ കാര്യം മുറ പോലെ കാട്ടിലെ തടി തേവരുടെ ആന വെട്ടടാ വെട്ട്, അങ്ങനെയൊക്കെയുള്ള സമീപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളെ എത്രമാത്രം പിന്നോട്ടടിച്ചു എന്നൊക്കെ ഉള്ളതിന്റെ ഒരു സൂചന തന്നെയാണിത്. അതിൽ കൂടുതൽ ഞാൻ തൽക്കാലം ഒരു മഹത്തായ സ്ഥാപനത്തെ, ISRO ഒരു മഹത്തായ സ്ഥാപനം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കും. അതിന്റെ എല്ലാ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ. പക്ഷെ എങ്കിലും ആ സ്ഥാപനത്തെ വിമർശിച്ച് അതിനെ തീർച്ചയായിട്ടും അതിനെ അങ്ങ് നാറ്റിക്കേണ്ട, അല്ലെങ്കിൽ അതിനെ പരിപൂർണമായിട്ട് സമൂഹത്തിന് മുന്നിൽ വില കളയണ്ട എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ശരി, സ്വകാര്യ മേഖലയുടെ വരവ് ഒരു പുതിയ യുഗം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.